ജർമ്മനിയിൽ ജിമ്മ് കഴിഞ്ഞ് ഒരു കിടിലൻ ബീഫ് സ്റ്റീക്ക് കാച്ചിയാല. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിച്ച ബീഫിൽ നിന്ന് കുറച്ച് ബീഫ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് ബുഷ് ബോണനും കൂടി എടുക്കണം, നമ്മുടെ ബീൻസ്, കുറച്ച് ഒലീവ് ഓയിൽ, അതിനുശേഷം സ്റ്റീക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു 2-3 മിനിറ്റ്സ് ഈച്ച് സൈഡ് നമ്മൾ ചൂടാക്കി എടുക്കുക. ചില സാങ്കേതിക കാരണങ്ങളാൽ പാത്രം ഒന്ന് ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബട്ടറും അതുപോലെ 2 ക്ലോവ് ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബട്ടർ നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ബുഷ് ബോണൻ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നു. പിന്നെ ഒരു കോഴിമുട്ടയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പോസ്റ്റ് വർക്കൗട്ട് മീൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല, പക്ഷേ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫുൾ മീൽ പ്രെപ്പ് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും നമ്മുടെ മസാലയൊക്കെ ഇട്ടല്ലേ ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ചേഞ്ച് ആയിട്ട് വെറൈറ്റി പിടിച്ച് നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് പുട്ടും കൂടി ബാക്കിയുണ്ടായി, അതിൻ്റെ കൂടി ഇത് കഴിക്കുകയാണ് ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ഫോളോ കൂടി ചെയ്യണേ.